இதுதான் டிஸ்கவரி ஆஃப் இந்தியா, a multinational collaboration. കൊളാബറേഷൻ. ഗിരി 10. പത്തല്ല 20. 20,000 അകത്ത് വയ്ക്കാൻ ചങ്കൂട്ടുള്ളവരുടെ വയ്ക്കറ. മാറാ ഈ ഗിരിയുടെ കളി. 20,000. ഒരു 10 പുറത്ത്. 5 5 ഒന്നും പറ്റില്ല. ഇനി ആരും വെക്കാനില്ലല്ലോ. മലത്ത് ചന്ദ്ര, മലത്ത് ചീട്ട് മലത്താൻ പോവാ. 1000 കൂടി പുറത്ത്. വെക്ക. ചീട്ട് പുറത്ത് വീണത് എന്റെ കുറ്റമാണോ? 40 പോയടാ. ഇനി എത്രണ്ട് ബാക്കി? 10 രൂപ. ഇന്ന് കംപ്ലീറ്റ് പോക്ക. ആ ചീട്ടുകളിൽ അതൊക്കെ പതിവാ, വരും പോവും. ഇനി 10 ബാക്കിയില്ലേ, അതും പോട്ടെ. എടാ ഹമീദ 25,000 അകത്ത് ധൈര്യം വെക്കിനിയെ. ഒരു 30 അകത്ത് പുറത്ത്. ഒരു 10. ഇതെന്തിനാ മൂക്കുപടിക്കാ? 1 lakh. ചന്ദ്രഹാസൻ കുത്തുവാള എടുത്തോ? ചന്ദ്രഹാസൻ കുത്തുവാള എന്നാ വന്നത്, അതിപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ഗിരി, വണ്ടിയുടെ താക്കോലോടെ എടുക്കടാ. ചീട്ടുണ്ടാക്കി തന്നെയല്ലേ വണ്ടിയും കിണ്ടിയല്ല. ചീട്ട് കൊണ്ടുപോയിക്കോട്ടെ. കളിക്കുമ്പോ ആണായിട്ട് കളിക്കണം. 98 ലൈലാൻഡ് നാഷണൽ പെർമിറ്റ് വെക്കടാ. ഇതിനു മീതെ അമ്മയുടെ മുലപ്പാല് കുടിച്ച ആമ്പിള്ളാരുണ്ടെങ്കിൽ വെക്ക്. മുലപ്പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷെ അത് അമ്മയുടെ അല്ല. 1 ലക്ഷം. മുലപ്പാല് കുടിക്കണമെങ്കിൽ അത് അമ്മയുടെ മുലപ്പാല് തന്നെ. പുതിയ ലൈലൻഡ് വാങ്ങണമെന്നല്ലേ? ചേട്ടോ, നീ ഇതെവിടെയായിരുന്നു? നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചു നീ വീട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് കൂടിയെന്ന്. കല്യാണം കഴിച്ചു. ഞാനല്ല, സതീശൻ. എന്നിട്ടെന്താ നീ എന്നോട് പറയായിരുന്നേ? പെട്ടെന്നായിരുന്നു. ലവ്വാ, വലിയതോ വീട്ടിലെ പെണ്ണ. അവൾ ഇറങ്ങി വരണമെങ്കിൽ അവനൊരു മാരുതി കാർ വേണം. ആ പ്രേമം കൊള്ളാലോ. എന്നിട്ട് നീ കാർ വാങ്ങി കൊടുത്തോ? പിള്ളേരല്ലടാ, വാങ്ങിക്കൊടുത്തു. മാരുതിക്ക് പകരം ഒരു സെന്ന് വാങ്ങി. അവള് സുഖമായിട്ട് ഇറങ്ങി വന്നു, കല്യാണം നടത്തി കൈ കൊടുത്തു. അത് കൊള്ളാം. മാധവിയേ, ഒരു വിരുന്നാരുണ്ടേട്ടാ. പൊണ്ടാട്ടിയെങ്കിൽ ഇരുക്ക. എപ്പടി സൗഖ്യമാ? സൗഖ്യം. മലയാളത്തില് പറഞ്ഞാ മതി. ആഹാ, നല്ല അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. എടാ, ഞാൻ പോയ തക്ക നോക്കി നീ കല്യാണം കഴിച്ചു. കല്യാണത്തിലാണോ കാര്യം? അതെന്ന് വേണേലും കഴിക്കാലോ. നീ പ്രേമൻ ഇവിടെ ഇല്ല, അപ്പൊ എനിക്കൊരു അന്തിക്കൂട്ട് കണ്ടടാ. അപ്പൊ നമ്മളിന്ന് പുറത്ത്. നീ എന്തിനാ പുറത്ത്? നീ ഞങ്ങളുടെ കൂടെ കിടന്നോടാ, അല്ലേടി? പിന്നെ ഞങ്ങള് കൂടെ പുറപ്പോളാ. ഇവൻ ചിലപ്പോ നിന്റെ കൂടെ കിടന്നാലും ഞാൻ ഒന്നും പറയില്ല. ചന്ദ്രന്റെ ചങ്ങയുടെ ചില നേരത്തെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. നിന്റെ പെങ്ങളെ അവന് കെട്ടിച്ചു കൊടുക്കണ്ട. ചന്ദ്രന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്ക്. അതിന് സുധിയുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ? ഓഹോ, കഴിഞ്ഞില്ലായിരുന്നു കെട്ടിച്ചു കൊടുക്കുവോ? അവക്കും അവനും ഇഷ്ടമാണെ കെട്ടിച്ചു കൊടുക്കും. എന്താ വിരോധമുണ്ടോ? പോടുന്നു. എന്നാലും എനിക്ക് കെട്ടിച്ചേരില്ലേ, മനസ്സിലായിക്കോളും. ഇപ്പോളെ കെട്ടിയോണല്ലോ. എന്താ സുന്ദരൻ, എന്ത് പറഞ്ഞാലും വിളിക്കും. ശാപം കയറാ പട്ടി. എന്ത് ചെയ്യാനാടാ, പറ്റിപ്പോയില്ലേ. നീ വിഷമിക്കണ്ട, അവളെ നിനക്ക് കെട്ടിച്ചേരാ. ചന്ദ്രേട്ടാ സീരിയസ് ആയിട്ട് പറയാം. പിന്നെ അല്ലാതെ ഇനിയേ നടക്കൂ. പിന്നെ, പക്ഷെ അടുത്ത ജന്മത്തില് അന്ന് നീ കുറച്ചുകൂടെ ബുദ്ധിയും ബോധമുള്ള ആളായിട്ട് ജനിക്കണം. പിന്നെ ഇത്ര തടിയും പാടില്ല, കുറച്ചുകൂടെ സൗന്ദര്യം വേണം. പുളിച്ച തെറിയാൻ പറയും. നോക്കി കണ്ട് കയറിടാ. ദേ വന്നു കൂട്ടുകാരൻ. ഈ ആളെ അറിയൂ? അറിയില്ല. ആരാ? ഇതാണ് പറവട്ടാനിക്കാരൻ ഗോപാലൻ. ഓ, വലിയ ചീട്ടുകളിക്കാരൻ. അതെ, ഗോപാല ഭയങ്കരന്. നിന്നെ പോലെ തന്നെ ചീട്ട് വന്ന് കേറും കയ്യില്. ഹലോ, കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. ബോംബെയിലായിരുന്നു ഞാൻ. മൂപ്പരൊരു ക്ലബ്ബ് തുടങ്ങാൻ പോവാ. ഷെയർ ആയിട്ട് തുടങ്ങിയാലോടാ. നമ്മൾ രണ്ടാളുണ്ടെങ്കിൽ കാശ് വാരാം നമുക്ക്.
അയ്യോ ഞാനില്ല. ലോറി ബിസിനസ് തന്നെ നോക്കി നടത്താൻ സമയമില്ല. നിങ്ങൾ രണ്ടാളും കൂടെ തുടങ്ങി, ഞാൻ അവിടെ നിന്ന് കളിക്കാം. എന്താ പോരെ? അപ്പൊ പോട്ടടാ. ശരി. സന്ധ്യക്ക് മുമ്പേ തിരുനെൽവേലി പ്രേമാ. എന്താ വാ, ഇത് നടക്കുന്നു തോന്നണില്ല. സാരമില്ല, ഞാൻ വേറെ വഴി കണ്ടോളാം. ആ നീ എവിടുന്നാടാ? മറ്റേടത്തുനിന്ന്. എടാ വണ്ടി മാറ്റി, എനിക്ക് പോണം. നിക്കടാ, ഒരു കാര്യം പറയാണ്ട്. ആ എനിക്ക് സന്ധ്യക്ക് മുമ്പ് ചരക്കിറക്കാനുള്ളതാ. എടാ, അതിനേക്കാ വലിയ ചരക്കിന്റെ കാര്യ ഞാൻ പറയാൻ പോണത്. ചന്ദ്രേട്ടൻ വേറെ ജോലിയില്ലേ, നമുക്ക് പോവാം. നീ പോടാ. എന്താടാ? അത് ഈ പിള്ളേരെയൊക്കെ പാടില്ലാത്ത കാര്യ. നീ വന്നേ. പിള്ളേര് പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കണ്ട. എടാ നീ ചന്ദ്രൻ ഉദിച്ചോർന്ന് കണ്ടിട്ടുണ്ടോ? പിന്നെ ദാ ഉദിച്ച് നിക്കല്ലടാ ചന്ദ്രൻ. അയ്യടാ, കുന്നത്ത് വെച്ച വടക്ക് കണ്ടിട്ടുണ്ടാ? ചന്ദ്രക്കതിൽ കടഞ്ഞത് കണ്ടിട്ടുണ്ടാ? വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കണ്ടിട്ടുണ്ടാ? നിനക്കെന്താടാ വട്ട് പിടിച്ചോ? എടാ, ഒരു ഉരുള വെണ്ണ എടുത്ത് നിന്റെ കൈ തന്ന നീ എന്ത് ചെയ്യും? അത് ഞാൻ നിന്റെ തൊള്ളയിലേക്ക് തിരികെ. ആദ്യം നീ വിഴുങ്ങും, അത് കഴിഞ്ഞ് ഞാൻ വിഴുങ്ങും. നമ്മളെ വാളയാർ ചെക്ക് പോസ്റ്റിലെ പാൻവാല രാജനുണ്ടല്ലോ, അവന് നീ അറിയൂ? അറിയാം. ആ രാജനൊരു മോളുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാ കാണ്. യുവ ഹൃദയങ്ങളിൽ ഒരു കാന്താരി മുളക് ഒടിച്ച് കുത്തിയ മാതിരി അവൾ ഇങ്ങനെ ഒരു ചിത്രശലഭത്തെ പോലെ മീട്ടാപ്പാൻ മീട്ടാപ്പാൻ मीठा पान पान लो भैया। चिकनी क्या माल है? अच्छा दान है भैया आपका। अगर यही आदत रहेगा तो ये दान नहीं रहेगा, कोई मार के निकालेगा। मेरा जूता देखा, किस लिए पहना है मालूम? बस चलने के लिए नहीं, तुझ जैसे हरामियों को तोहफा देने के लिए। बीड़ी सिगरेट मुर्गन पान मेरा ആ ചേട്ടാ സുഖാണോ? ഒരു 400 പീസ് എടുക്കട്ടെ ചേട്ടാ. എന്താടി മൊത്തത്തിൽ കൊടുക്കൂ? എന്തോ മുറുക്കാൻ മൊത്തത്തിൽ കൊടുക്കൂന്ന് ചോദിച്ചതാ. പിന്നെന്താ, കൊടുക്കാല്ലോ. വേണോ? എന്റെ പൊന്ന് ചേട്ടാ, 2 വയറ് കഴിയാൻ വേണ്ടിട്ടേ പൊരിവേലത്തി പെട്ടി തൂക്കി നടക്കണേ. ഇറച്ചി മുട്ടയും കോഴി ബിരിയാണി ഒന്നും വേണ്ട, അരി മേടിച്ചാ മതി. കളിയാക്കല്ലേ. ഒരു പാക്കറ്റ് ഗോൾഡ്. പ്രേമ, ഞാൻ പറഞ്ഞ സാധനം പൂച്ച? പൂച്ചയല്ലടാ, പുലി. പുലിക്കുട്ടി. പുലിയോ? ഹലോ അണ്ണാച്ചി, സൗഖ്യമാ? നല്ല പാൻ സാപ്പിട്ട് പോകണ്ടേ? നല്ല ദമ്മ പോല. 1 വേണമാ 2 വേണമാ? അന്ത കിളിക്കൊണ്ട് കൊടു, വണ്ടിയിലൊക്കെ അത് തൂങ്ങ മാറ്റേ ദടിയ. നല്ല പുളിച്ച തെറിയാൻ പറയും. മലയാളിയാ? അല്ല. നമ്പർ കണ്ടപ്പോ തമിഴാന്ന് തോന്നി. ഒരു തമാശ പറഞ്ഞ ചേട്ടാ, ക്ഷമിക്ക്. നമ്മളേതായനം? മലയാളിയാണോ, തെലുങ്കത്തിയാണോ, ഹിന്ദിയാണോ, അല്ലെങ്കിൽ വല്ല കാട്ടുജാതിയാണോ? അച്ഛൻ മലയാളി, അമ്മ ഗുജറാത്തി. എടുക്കട്ടെ ചേട്ടാ? നിന്നെടുത്തോളാം. നീ എടുക്കണ്ട, അവൾ എടുക്കട്ടെ. ഒരു 3 എണ്ണം 120. 3 എണ്ണത്തില് 1 പൊതിയണോ? വേണ്ട, 1 ഇവന്, 1 എനിക്ക്, 1 നിനക്ക്. എന്റെ വക. എനിക്കോ? എനിക്ക് വേണമെങ്കിൽ ഞാൻ തിന്നോളാം, അതിന് ചേട്ടന്റെ കാശ് മുടക്കണ്ട. അത് സാരല്ല, ഒരെണ്ണം ഈ വായിലിട്ടാ കുറച്ചു നേരം ഈ വായ നടഞ്ഞു കിട്ടുമല്ലോ. എന്ത് ചെയ്യാനാ ചേട്ടാ, വായിട്ട് അലച്ചാലേ ഒരു മുറുക്കാൻ വാങ്ങും. 2 മതി. ഈ വായിൽ മുറുക്കാൻ ചാവച്ച് ഈ ചിരിയുടെ ഭംഗികളേണ്ട. ഒരു സത്യം പറഞ്ഞാൽ ഇത്ര ഗൗരവം എന്തിനാ? നല്ല ഭംഗിണ്ടിട്ടാ. പയ്യൻ തലയിരിക്കുമ്പോ വാലാണ്. ഇവനെ വാലാട്ടെന്ന് പറഞ്ഞ പോട്ടിക്കോ, ഇനി അധികം വർത്താനം പറയണ്ട. 10 രൂപ. എന്നടാ, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് പോട്ടോളാം. പേരെന്താ? മുറുക്കാൻ നിന്നാ പോരെ, എന്തിനാ പേരറിയണേ? മുറുക്കാനും തിന്നാ, പേരും അറിയാം. പേര് പറയുന്നതിന് എന്താ? ഞാൻ ചന്ദ്രഹാസൻ, ഇവൻ പ്രേംകുമാർ. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ കാര്യം. ചേട്ടൻ പോയേട്ടാ. പേര് ഞാൻ പറയട്ടെ? പറയട്ടെ? ആ പറയ്. രുദ്രാണി. ഏ രുദ്രാണിയൊന്നുമല്ല, ഇന്ദ്രാണി. നല്ല പേര്. വണ്ടിയുടെ എന്താടി ഒരു ചിരിയും കളി? എന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ആ കിളിച്ചോ, പക്ഷേ ലോറിക്കാരോടാ അത് ഓർത്തോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. നിന്നെ അല്ല, നിന്റെ തന്തേനെ തല്ലണ്ട. ദേ എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ ഈ ലോറിക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിടരുന്നു. ഒരു 100 വട്ടം ഞാൻ ആ കളവനോട് പറഞ്ഞതാ. അയാള് വിചാരിക്കണ്ടോ നീ ഏതെങ്കിലും ലോറിക്കാരന്റെ കഴുത്തു ഞാൻ കൂടെ പോയിക്കോളൂന്ന്. നടക്കില്ല. നീയേ എനിക്കുള്ളതാ. അത് നടക്കില്ല. ആഹാ, എന്നാ നിന്റെ തന്ത വീട് വെക്കാൻ വാങ്ങിയ 25,000 രൂപ ഇങ്ങോട്ട് വെക്കടി. എന്നിട്ട് വലിയ വർത്താനം പറ. മര്യാദക്ക് നിന്നാ നിനക്ക് നിന്റെ അച്ഛനും നല്ലതാ. എടഞ്ഞാണ്ടല്ല, ഈ സുധാരം വെറും ചെറ്റ.
അത് മറക്കണ്ട. എന്താ എന്റെ മോളുടെ മുഖം വല്ലാണ്ടിരിക്കണേ? ഏയ് ഒന്നുമില്ല അച്ഛാ, അച്ഛന്റെ കാലിന്റെ വേദനയുണ്ട്. ആ കുറവുണ്ട്, നീര് പറ്റി. 2 ദിവസം കഴിഞ്ഞാൽ നടക്കാം. ഭാഗ്യം. എന്റെ മോള് വെയില് കൊണ്ട് കറുത്തു. അത് അച്ഛന് തോന്നണതാ. അച്ഛന് സുഖാണോരെ? നമുക്ക് ചാവക്കാട് പപ്പനിയമ്മയുടെ വീട്ടിൽ പോയി നിന്നാലോ? വേണ്ട അച്ഛാ, അച്ഛന്റെ സ്വന്തം ചേട്ടന് പോലും നമ്മൾ ചെല്ലണത് ഇഷ്ടമല്ല. പിന്നെയാണോ അമ്മയുടെ വീട്? നമ്മൾ ആർക്കും ഭാരമാവണ്ട. എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ സുധാകരന്റെ 25,000 രൂപ തിരിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ.